ഞാനിവിടെ 2 വീഡിയോസ് ആദ്യം തന്നെ പ്ലേ ചെയ്യാം. ഒന്ന് സൗഭാഗ്യ വെങ്കടേഷിൻ്റെയും ഒന്ന് വെറും വർഷേൻ്റെയും. കോണ്ടൻറ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആ ഫേസ് യോഗ വിഷയത്തിൽ വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ വെയ്റ്റ് ലോസിനെ കുറിച്ചൊരു ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും പൊട്ട വേസ്റ്റ് ആയിട്ടുള്ള ഒരു തരം ഞാൻ തന്നെ ഉണ്ടാക്കിയിരുന്ന പാറ്റേണിലൂടെയാണ് ഞാൻ തടി കുറച്ചിട്ടുണ്ടായിരുന്നത്. അത് വേറെ ആരിലേക്കും എത്തിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അത് കാരണം എനിക്ക് ബോഡി ഡിസ്മോർഫി അടക്കം അടിച്ച് ആകെ സീനായി. ലൈഫിൽ പല രീതിയിലുള്ള പണി കിട്ടിയൊരു മനുഷ്യനാണ് ഞാൻ. അപ്പം നമ്മളിപ്പോൾ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് വന്നിരുന്നിട്ട് ആളുകൾക്ക് ദോഷമുള്ള രീതിയിൽ അല്ലെങ്കിൽ ആളുകളെ എന്താ പറയുക മിസ്ലീഡ് ചെയ്യുന്ന പോലത്തെ എന്തെങ്കിലും ഒരു സാധനം വെയ്റ്റ് ലോസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് പോയാൽ അത് ഭയങ്കര ക്രൈമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 2 വീഡിയോസും പ്ലേ ചെയ്യുന്നതും ഇതിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതും. മേ ബി ഇൻ കമ്മിങ് ഇയേഴ്സ് ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിൽ ഇപ്പോൾ സെലിബ്രിറ്റികളുടെ ഇടയിൽ മാത്രം കണ്ടുവരുന്ന വെയ്റ്റ് ലോസ് ദ മാജിക് ഡ്രഗ് ഇനി സാധാരണക്കാരിലേക്കും കൂടി ഇറങ്ങാൻ പോകുന്നൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കാനും ഈ സാധനങ്ങൾ ഇനി ഏതെങ്കിലും ഒരു കോണ്ടൻറ്റ് ക്രിയേറ്ററോ ഇൻഫ്ലുവൻസറോ എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 100 വട്ടം ചിന്തിക്കുക എന്നുള്ളതും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം സൗഭാഗ്യ വെങ്കടേഷിൻ്റെ വീഡിയോ പ്ലേ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വെറും വർഷയുടെ പ്ലേ ചെയ്യാം. ഡയറ്റിംഗ് ഉണ്ട്, വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ ഉണ്ട് കാരണം എന്റെ ബോഡി കുറച്ച് സ്റ്റബേൺ ആയിട്ടുള്ള ഫാറ്റാണ്. ഞാൻ നല്ല ഡാൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ എന്റെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഒരു മടി പിടിച്ച് നിൽക്കുന്ന ഒരാളല്ല. നല്ല ആക്ടിവിറ്റി ഉണ്ട്, പക്ഷെ വാശി പിടിച്ച് നിൽക്കുന്ന ഒരു ബോഡിയാണ്. മെലിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഇഞ്ചക്ഷൻ ട്രൈ ചെയ്തപ്പോൾ വെയിറ്റ് ലോസ് വരുന്നു. വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ. ഓക്കെ, വെയ്റ്റ് ലോസിന് വേണ്ടിയുള്ള പല മെത്തേഡുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പല ഇൻഫ്ലുവൻസേഴ്സ്, പല പേജുകൾ, പല പ്രൊഫൈൽസ് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ജിമ്മിൽ പോകുന്നവരുണ്ട്, ഓടാൻ പോകുന്നവരുണ്ട്, ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലും തടി കുറയ്ക്കുക, ഒബേസിറ്റി ഭയങ്കര വിഷയമായിട്ട് ലൈഫിൽ കൊണ്ട് അത് സീനായി നടക്കുന്നവരുണ്ട്. അല്ല ജസ്റ്റ് നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ ബോഡി, അല്ലെങ്കിൽ ഏത് ഏജിലാണെങ്കിലും ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ തിങ്ക് ചെയ്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പോകുന്നവരുണ്ട്. വേറെ കുറേ ആൾക്കാർ ഇതിനൊന്നിനും ഒരു രീതിയിലും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഞാൻ എങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിച്ച് മരിക്കും, ഇങ്ങനെ പോകുന്നവരുണ്ട്. ഈ ഇഞ്ചക്ഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക പ്രമോഷൻ, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ദെയർ ആർ സം പോയിൻറ്റ്സ് അതൊരിക്കലും വിടാതെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. ഇപ്പോൾ സൗഭാഗ്യ വെങ്കടേഷിൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, അവർ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. അവരുടെ വീട്ടിലാണെങ്കിൽ ഡോഗ്സ് ഉണ്ട്, പശു ഉണ്ട്. അവർ രാവിലെ എണീച്ചിട്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അവർ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, ഡാൻസറാണ്. സോ ഡാൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ലൈഫിൽ ചെയ്യുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ വിസിബിളി അവർ അത്യാവശ്യം തടിച്ചിട്ടുള്ളൊരു ലുക്കാണ്. മേ ബി ഹെറിഡിറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഹോർമോണൽ ഇഷ്യൂസ്, അങ്ങനെ പല രീതിയിലൊരു മനുഷ്യന് തടി വരാട്. എല്ലാവരും ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുന്നവർ തടിക്കുക, ആ സെറ്റപ്പല്ല. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിലൊരു ഡിസിഷനാണ് ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളത്. വാട്ട് ഈസ് ദിസ് ഇഞ്ചക്ഷൻ? അതാണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ പോയിന്റ്. വെറും വർഷേൻ്റെ കുറച്ച് ലാസ്റ്റിലേക്കാണ് ഞാൻ വെക്കുന്നത്. അത് വേറൊരു ഇതിനെ റിലേറ്റ് ചെയ്ത് വെയിറ്റ് ലോസ്, ഒബേസിറ്റി ഇത് റിലേറ്റ് ചെയ്ത സാധനമാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കും. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആദ്യം പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ ആരെങ്കിലും ഒസംബിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മുഞ്ചാരോ? കേട്ടിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോയിലൂടെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടില്ല എന്നേ ഞാൻ പറയും. കാരണം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒസംബിക്ക് എടുക്കുക, അല്ലെങ്കിൽ മുഞ്ചാരോ എടുക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ലൈഫ് ലോങ് നിങ്ങൾക്കൊരു റെമഡി തരില്ല വെയിറ്റ് ലോസിന്. ഓക്കെ, അത് എടുക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. ആൻഡ് ബൈ ദ വേ, വാട്ട് ഈസ് ദിസ് തിങ്സ് ഒസംബിക് ആൻഡ് മുഞ്ചാരോ? ഇതൊക്കെ ഡയബറ്റിക്സ് ഉള്ള ആളുകൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഈ സാധനങ്ങൾ. ഓക്കെ, ബട്ട് ക്ലിനിക്കലി അത് വേറൊരു ഫോർമുലയിലേക്ക് മാറ്റി കുറച്ച് കമ്പനികൾ ഇത് വെയിറ്റ് ലോസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കാം എന്ന് പറഞ്ഞ രീതിയിലേക്ക് ക്ലിനിക്കലി കുറച്ച് ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്ത് ഈ സാധനം ആ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒസംബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2021-22 മുതലൊക്കെ ബോളിവുഡ് സെലിബ്രിറ്റീസ്, ഞാനിവിടെ സൈഡിൽ കൊടുക്കാം, കുറച്ചധികം ആളുകൾ, കപിൽ ശർമ്മ, അതുപോലെ കരൺ ജോഹർ, അത്യാവശ്യം മലയാളികൾക്ക് അറിയുന്ന വ്യക്തികളൊക്കെയാണുള്ളവർക്ക്, ബാദ്ഷാ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വിസിബിളി ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓറി അല്ലാതെയും ഒരുപാട് നടന്മാരും നടിമാരും അവരുടെ ക്യാരക്ടേഴ്സ്, സിനിമയിലുള്ള ക്യാരക്ടേഴ്സിന് വേണ്ടി തടി കൂട്ടാനും കുറയ്ക്കുന്ന ഫേസ് എത്തുമ്പോഴത്തേക്ക്
ഒസംബിക്കോ അല്ലെങ്കിൽ മുൻജാരോ അടിച്ച് കുറയ്ക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഹിയർസേയും ഉണ്ട്. ബട്ട് ഇവരത് കുറച്ചും കൂടി വിസിബിളാണ്. കുറേ പേരൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് മുൻജാരോ ചെയ്യാറുണ്ട്, ഒസംബിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ബേസിക്കലി എന്താണ് ഈ സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്? ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് അത്ര എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പരിപാടിയില്ല. ഇപ്പം ഞാൻ അത്യാവശ്യം ജിമ്മിൽ പോയിരുന്ന സമയത്തൊക്കെ വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള സാധനങ്ങൾ അടിച്ചിട്ടുണ്ട്, വെയിറ്റ് കൂട്ടാൻ മസിൽ വെക്കാനുള്ള സാധനങ്ങൾ അടിച്ചിട്ടുണ്ട്. സോ ഐ ബീൻ വെൻ ത്രൂ ഓൾ ഓഫ് ദിസ്. ഓക്കെ, ഞാൻ അതിൻ്റെയും കൂടി ഒരു ബേസിസിലാണ് വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൻ്റെ അത്ര എന്തല്ല ഒരു പെയിൻഫുൾ പ്രക്രിയ അല്ല ഇത്, പ്രൊസീജിയർ അല്ല ഇത്. ഇത് കുറച്ചും കൂടി ഈസിയാണ്. ഈ സംഗതി കുറച്ചും കൂടിയും എളുപ്പത്തിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കും എന്നുള്ള ഒരു സംഗതി മാത്രമുള്ളത് കൊണ്ടും ഇത് ചെയ്തിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ കണ്ടിന്യൂസ്ലി ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ വെയിറ്റ് റേഷ്യോയിൽ നിൽക്കാം എന്നുള്ളത് കൊണ്ടും നിങ്ങളുടെ വിശപ്പിനെ, ഒരു മനുഷ്യൻ്റെ വിശപ്പ് കൺട്രോളായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പകുതിയിൽ പകുതി മാത്രമേ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഓബിയസ്ലി എത്ര തടിച്ചിരിക്കുന്ന ഒരാളുടെയും തടി ഒന്ന് കുറഞ്ഞു തുടങ്ങും. അവിടെയാണ് ഈ സാധനം ഗെയിം ചേഞ്ചർ ആവുന്നത്. ഒസംബിക് ആണെങ്കിലും മുൻജാരോ ആണെങ്കിലും അവിടെയാണ് ഈ സാധനം വർക്കാവുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു ഡേഞ്ചറസ് സൈഡ് ഉണ്ട്, ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. ഒരു മനുഷ്യന് വിശപ്പില്ലാതാവുക, ഫുഡിനോടുള്ള ക്രേവിങ്സ് കുറയുക, വിശപ്പ് പോവുക, വിശപ്പിനോട് നോ പറയുക. ഇത് ഫസ്റ്റ് വരുന്നത് നമ്മൾ ഇവിടുന്ന് ബ്രെയിനിൽ നിന്നാണ് ഇതിൻ്റെ സാധനങ്ങൾ തുടങ്ങുന്നത്. സോ ഈ മുൻജാരോ ആണെങ്കിലും ഒസംബിക് ആണെന്നുണ്ടെങ്കിലും ഈ വെയിറ്റ് ലോസിന് വേണ്ടി അടിക്കുന്ന സാധനങ്ങൾ ആദ്യം വർക്ക് ചെയ്യുന്നത് ഇവിടുന്നാണ്. നമ്മളുടെ ആ തലച്ചോറിലാണ് ഈ സാധനം ആദ്യം കൊണ്ടുവരിക. ഫുഡ് കഴിക്കാൻ പറ്റില്ല നമുക്ക്. ഫുഡിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നമുക്ക് എപ്പോഴും ഒരു വിശപ്പില്ലാത്ത ഫീലിംഗ് വരും, വയറ് നിറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ വരും. അതിനെക്കുറിച്ച് അതാണ് ഇതിൻ്റെ ഡേഞ്ചറസ് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ വൈഡ്ലി അവൈലബിൾ ആവുന്നുണ്ട് ഈ മാർച്ച് മുതൽ. ബിക്കോസ് ഇതിൻ്റെ പാരൻറ്റ് കമ്പനിയുടെ പാറ്റൻറ്റ് കഴിഞ്ഞതുകൊണ്ട് ഇനി കുറേ കമ്പനികൾസിന് ഇത് മേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ 20,000-30,000 രൂപയ്ക്ക് ഒരു മാസത്തിൽ മുൻജാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒസംബിക് അവൈലബിൾ ആയിരുന്ന സ്ഥലത്ത് ഇനി 4,000-3,000 അവൈലബിൾ ആകുമ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു മാജിക് ഡ്രഗ് ഇനി മുതൽ എന്ത് ചെയ്യും, ലോക്കൽ മാർക്കറ്റിൽ സാധാരണക്കാരുടെ ഇടയ്ക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ട്രെയിനേഴ്സ്, ഓക്കെ, ഞാൻ അങ്ങനെയാണ് പറയുകയാണ് എല്ലാവരും. അതിലിപ്പോൾ ജിം ഇൻസ്ട്രക്ടേഴ്സ് കാണും, അങ്ങനെ ഡയറ്റീഷ്യൻസ് കാണും, എല്ലാവരും ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടുകയാണ്. ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ട്രെയിനേഴ്സ് എല്ലാവരും കൂടി എന്ത് ചെയ്യും, ഇതെടുത്തിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ അവൈലബിലിറ്റി കൂട്ടിയിട്ട് ഈ കമ്പനികളെ പ്രൊമോട്ട് ചെയ്ത് ഇൻഫ്ലുവൻസേഴ്സ് വഴി ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങും. നിങ്ങൾ ആലോചിക്കും 3,000-4,000 രൂപയുടെ ഡോസ് അടിച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തടി കുറയുന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേഞ്ചറസ് ആഫ്റ്റർ എഫക്റ്റും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പ് ഫ്രണ്ട്. ഓക്കെ, വരാൻ പോകുന്ന ട്രെൻഡ് അതിന് മുമ്പ് തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ വീഡിയോ. അതിനാണ് ഞാൻ സൗഭാഗ്യ വെങ്കടേഷിൻ്റെ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചതും. അവർ ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട് അവർ ഇഞ്ചക്ഷനിലാണ്, അവർ വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻസ് എടുക്കുന്നുണ്ടെന്നുള്ളത്. ഇനി സൗഭാഗ്യ വെങ്കടേഷിൻ്റെ ആ വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ എടുക്കുന്ന ആ ക്ലിനിക്കിൽ വെച്ചെടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ പ്ലേ ചെയ്യാം. അതിനുശേഷം ഈ ഒരു സാധനം മുൻജാരോ ഒസംബിക് എന്ന് പറഞ്ഞ സാധനത്തിന്, മുൻജാരോ ഈസ് ഡിഫറെൻറ്റ്, ഒസംബിക് ഈസ് ഡിഫറെൻറ്റ്, രണ്ടാണ്. ബട്ട് രണ്ട് വെയിറ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചും കൂടി നമുക്ക് സംസാരിക്കാം. വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് ഇപ്പൊ തോന്നുന്നത്? എക്സൈറ്റഡ് ആണോ? വളരെയധികം. ആനന്ദാശ്രു കണ്ടില്ലേ, ഇത്ര വർഷത്തെ ബോഡി ഷേവിംഗ് ആണ് ഇന്ന് തീരാൻ പോകുന്നതെന്നുള്ള കുറച്ച് പേടിയും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. സോ ഹൗ ഡു യു ഫീൽ? ഇപ്പൊ ഭയങ്കര സന്തോഷം. എനിക്ക് വന്നപ്പം കുറച്ച് ആങ്സൈറ്റി ഒക്കെ ഉണ്ട്. ഞാൻ ഡോക്ടറെ അടുത്തതിന് മുന്നേ എന്റെ കൺസേൺ ഒക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ പ്രൊസീജിയർ തുടങ്ങുന്നത് വരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അത്രയും ഒരു കേക്ക് വാക്ക് പോലെ അത്രയും ഒരു ഈസി ആയിട്ടുള്ള ഒരു സംഭവം. പെയിൻ വല്ലതും ഉണ്ടായിരുന്നോ? ഒട്ടും പെയിൻ ഇല്ലായിരുന്നു. ചെറിയ പെയിൻ എങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയും. ഒട്ടും പെയിൻ ടോളറൻസ് ഇല്ലാത്ത ഒരാളാണ്. പലർക്കുള്ള സംശയമായിരിക്കും എന്തുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ എന്നുള്ളത്, സൗഭാഗ്യം എന്തുകൊണ്ട് ഇവിടെ എത്തി എന്നുള്ളത്. അപ്പൊ കൺസേൺസ് എന്താന്നുള്ളതൊന്ന് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും എന്റെ ബോഡി വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാൻ ഇതിന് മുന്നേ ആണെങ്കിൽ തന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു 9 ഡാൻസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഈവനിങ് 4:30 വരെ ഡാൻസ് ചെയ്യുന്നു. തിരിച്ച് വീട്ടിൽ വന്നാലും ഡാൻസ് ക്ലാസ് എടുക്കുന്നു. എന്റെ ബോഡിക്ക് ആവശ്യത്തിലധികം എക്സസൈസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ പെറ്റ്സിന്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ലേസി ആയിട്ട് ഇരിക്കുന്ന ഒരാളല്ല. ചുമ്മാ ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ ഇതിലോട്ട് വന്നതല്ല. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു വിസിബിൾ റിസൾട്ട് ആണല്ലോ വേണ്ടത്. എനിക്ക് ആ വിസിബിൾ റിസൾട്ട് കിട്ടുന്നില്ല ഒന്നിലും കൂടി. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് വന്നത്. ഷുഗർ കട്ടൊക്കെ ചെയ്ത് നോക്കി,
വെയിറ്റ് കുറവുണ്ട്, പക്ഷെ വിസിബിളി ഭയങ്കര ഇതൊന്നും മാറ്റമൊന്നും വരുന്നില്ല. ഒബിസിറ്റി എന്ന് പറയുന്നത് പലരുടെയും അതൊരു കോസ്മെറ്റിക് കൺസേൺ മാത്രമാണ്. എന്നാൽ അതിലുപരി ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അത് ഉണ്ടാക്കുന്നുള്ളത് പലരും ഇപ്പോഴും അവെയർ അല്ല. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഇപ്പൊ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ പോലെ തന്നെ അതേപോലെ തന്നെ ഒരു ബേർഡൻ ആണ് ഒബിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒബിസിറ്റി, ഈ മൊഞ്ചാരോ അല്ലെങ്കിൽ ഒസംബിക്, ഒബിസിറ്റിക്ക് ശാശ്വതമായൊരു പരിഹാരമായിട്ട് ഇത് ഏതെങ്കിലും ഒരു ഡോക്ടറിന് പറയാൻ പറ്റുമോ? ലൈഫ് ടൈം ഇതിൻ്റെ കോഴ്സ് എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അവർക്ക് ഈ സംഗതി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഒബൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക്, തടിയുള്ള ഒരാൾക്ക്, ഒബിസിറ്റി ഉള്ള ഒരാൾ ലൈഫ് ലോങ് ഈ സാധനം അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇല്ലയെന്ന് ആരെങ്കിലും പറയട്ടെ. ഇഫ് യു സ്റ്റോപ്പ് ഇറ്റ്, ഇരട്ടിക്കരട്ടിക്ക് നിങ്ങൾ തടിയും. അതങ്ങനെയാണ്. ദാറ്റ് ഈസ് എ ഫാക്ട്. പക്ഷേ ഇവരാരും ഇത് പറയില്ല. ഇവരെപ്പോഴും പറയും എന്താ, വിസിബിളി വരുന്ന റിസൾട്ട്. ഈ വിസിബിലി വരുന്ന റിസൾട്ട്, അതായത് ഇത് ഷോർട്ട് കട്ട് അല്ല എന്നാണ് സൗഭാഗ്യ, എനിക്ക് തോന്നുന്നു സൗഭാഗ്യനെ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചായിരിക്കാം മേ ബി. ഇത് ഷോർട്ട് കട്ടാണ്. വൈ? ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, വെയിറ്റ് ലോസ് ജേർണി പറയാം. സൗഭാഗ്യ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബോഡി ഷേമിങ്, എക്സ്ട്രീം ലെവൽ ഓഫ് ബോഡി ഷേമിങ് അനുഭവിച്ച്, ഫിസിക്കൽ ഹരാസ്മെൻറ്റുകൾ അനുഭവിച്ച്, മെൻ്റൽ ഹരാസ്മെൻറ്റുകൾ അനുഭവിച്ച്, അത്രയും ഡീപ്ലി വൂണ്ടഡ് ആയിട്ടാണ് എനിക്ക് ഇനി പറ്റില്ല, ഇനി തടി കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തടി കുറയ്ക്കാൻ തുടങ്ങിയത്. ആ ഒരു തടി കുറച്ച് നമ്മൾ ആ തടി കുറച്ചത് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. നമുക്ക് തന്നെ നമ്മളെ ബോഡിയുടെ അപ്സ് ആൻഡ് ഡൗൺസ് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കിക്ക്. അത് നമുക്ക് തരുന്ന ഒരു തരം മോട്ടിവേഷൻ ഉണ്ട് ലൈഫിൽ. ആ മോട്ടിവേഷനൊന്നും ഒരു ഇഞ്ചക്ഷൻ അടിച്ച് നിങ്ങൾക്ക് തടി കുറച്ചാൽ കിട്ടില്ല എന്നുള്ളത് പേഴ്സണലിയും കൂടി അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, പേഴ്സണലിയും കൂടി ഞാൻ അനുഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടുന്നത് ദാറ്റ് വിൽ സ്റ്റേ ഫോർ എവർ. മനസ്സിലായത്? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമത് നമ്മൾ. പക്ഷേ നമ്മൾ ഷോർട്ട് കട്ടിലൂടെ എടുക്കുന്നത്, ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ ഷോർട്ട് കട്ട്. ഇത് ഷോർട്ട് കട്ടാണ്. ഈ ഷോർട്ട് കട്ട് കൊണ്ട് വരാൻ പോകുന്ന വിഷയങ്ങൾ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നുള്ളൂ. പിന്നെ വിസിബിളി നമുക്ക് ഭയങ്കരമായ ചേഞ്ച് വേണം എന്നുള്ളത് അത് അടുത്തൊരു സീന്. വിസിബിളി ചേഞ്ച് വരിക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, നമ്മളുടെ ബ്രെയിൻ ആൻഡ് മെമ്മറി, ഇതിനെയൊക്കെ ഈ സാധനങ്ങൾ ഭയങ്കര മോശമായിട്ട് ബാധിക്കും എന്നുള്ളത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. വിസിബിളി 4 ആളെ കാണിക്കാൻ വേണ്ടി നമ്മൾ തടി കുറഞ്ഞു. യെസ്, നമുക്കതുകൊണ്ട് സന്തോഷമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് വാട്ട്സ് നെക്സ്റ്റ്? നമുക്കെന്ത് സംഭവിക്കും? ഓൺ എ ലോങ് റൺ നമുക്ക് എന്ത് പറ്റും? അങ്ങനെ ചിന്തിച്ചിട്ട് മാത്രം ഈ സാധനത്തേക്ക് ഇറങ്ങാൻ പാടും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി കെയർഫുൾ ആവുക എന്നുള്ളതാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ചെയ്യേണ്ടത്, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ. ഫൈൻ, ഓക്കെ. അപ്പോൾ ഇതാണ് സൗഭാഗ്യയുടെ ലൈഫിൽ എന്തുകൊണ്ട് ഈ ഒരു വേ ചൂസ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് സൗഭാഗ്യ പറയുന്നത്. ഇനി ഇവിടെ ഈ പറഞ്ഞ മുഞ്ചാരോനെ കുറിച്ച് ക്ലിനിക്കലി ഈ സാധനങ്ങൾ ഡീൽ ചെയ്യുന്ന 2 വ്യക്തികൾ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. കാർത്തിക്, ഇന്ന് എൻ്റെ ഒരു പേഷ്യൻ്റ് കാണാൻ വന്നു. അമിതവണ്ണത്തിന് ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. ടെർസിപ്പറ്റൈഡ് എന്ന് പറഞ്ഞൊരു ഇഞ്ചെക്ഷൻ ഈ പേഷ്യൻറ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുപ്പം പേഷ്യൻ്റ്. 1 മാസം തികഞ്ഞു. ഇന്ന് ഈ പേഷ്യൻ്റ് 7 കിലോ കുറഞ്ഞു. അപ്പം എനിക്ക് തോന്നി നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട്, ബിക്കോസ് പലപ്പോഴും നമ്മുടെ പേഷ്യൻസിൻ്റെ മനസ്സിലും നമ്മുടെ മനസ്സിലും ഇതിനെക്കുറിച്ച് ഈ ഒരു പെർട്ടിക്കുലർ, ഇപ്പം എന്താ ഇതിനകത്ത് ടെർസിപ്പറ്റൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡയബറ്റീസിന് ഉപയോഗിക്കുന്ന ഒരു മരുന്ന്, പക്ഷെ ഇപ്പോൾ അത് ഡയബറ്റീസിന് ഉപരി ഒരു വെയിറ്റ് ലോസ് ഏജന്റ് ആയിട്ട് മാറിയേക്കുവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് ഇതിനെക്കുറിച്ച് ഒരു ഫ്രീ വീലിംഗ് സെഷൻ, ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ദൂഷ്യങ്ങളും ഇതിൻ്റെ എഫിക്കസി, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. ഇതിനകത്ത് ഏറ്റവും വലിയ, ഈ മരുന്ന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം മനുഷ്യൻ്റെ ഹിഡോണിസ്റ്റിക് ഈറ്റിംഗ് അഥവാ ഒരു കംഫർട്ട് ഈറ്റിംഗ്. നമ്മൾ സദാസമയം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഏത് നേരവും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. അത് മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ്. അപ്പം ഈ മരുന്ന് ആ ഒരു കംഫർട്ട് ഈറ്റിംഗ് അല്ലെങ്കിൽ ഹിഡോണിസ്റ്റിക് ഈറ്റിംഗ് കുറയ്ക്കുകയാണ് ചെയ്യുക. അതാണ് ഈ മരുന്നിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ മരുന്നിൻ്റെ എഫക്റ്റ് തന്നെ സൈഡ് എഫക്റ്റ് ആണ്. സോ ഈ മരുന്ന് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് റെഡ്യൂസസ് ദി ഡൈജഷൻ. സോ സ്റ്റൊമക്കിൻ്റെ എംറ്റിങ് കുറയും, ഹോൾ ഡൈജസ്റ്റീവ് പ്രോസസ്സ് കുറയും. സോ അങ്ങനെ ഉള്ളപ്പം എംറ്റിങ് ടൈം കുറയുമ്പോൾ വയറ്
ഫുള്ളായതുപോലെ ഒരു സെൻസേഷൻ ഉണ്ടാവും, ഒരു നോസ് ഈറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവും. ഓർ ദർ ഇസ് വോളണ്ടറിലി ഓവർ ഈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർ ഓയിലി ഫുഡോ സ്പൈസി ഫുഡ്സോ കൂടുതലായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി ടെൻഡൻസി ഫോർ നോസിയ കുറച്ച് ഇഫ് ഇറ്റ് ഇസ് എ ബിറ്റ് മോർ അത് വോമിറ്റിംഗ് ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇത് വീണ്ടും വൈറൽ അത് പ്രധാനമായിട്ട് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഡയറിയ ചിലപ്പം ഉണ്ടാവാം. മോസ്റ്റ് കോമൺലി ഇതാണ് കോമൺ. ശരിക്കും ഐഡിയലി പറയുന്നത് ദിസ് ഹാസ് ടു ബി ഫോർ ലൈഫ് ആണ് സയൻസ് സേസ് ആൻഡ് ദി സ്റ്റഡീസ് സേ. എന്ന് വെച്ചാൽ ദിസ് ഇസ് എ മോളിക്യൂൾ ദറ്റ് റെഡ്യൂസസ് ഹങ്കർ, ഇങ്ങനെ ആപ്പിറ്റൈറ്റ് കുറയും. ആൻഡ് നമ്മൾ മറന്ന് നിർത്തുമ്പോൾ റീബൗണ്ട് ഉണ്ടാവും. സോ ആ റീബൗണ്ട് എത്ര ശതമാനം ഉണ്ടാവും അത് ഇറ്റ്സ് എവരിവൺസ് ഗെസ്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പം നമ്മുടെ മുമ്പിലുള്ള പഠനങ്ങളെല്ലാം 18 മാസം 20 മാസം ഈ ഒരു കാലയളവിലാണ് നമ്മൾ ഈ പഠനങ്ങളൊക്കെ ചെയ്തേക്കണത്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പം ആ ഒരു 2 or 3 years പീരീഡിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷെ നമുക്ക് ഇത്ര അറിയാം ദാറ്റ് അത് നിർത്തുമ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം എന്നുള്ളത് പേഴ്സണലി അറിഞ്ഞ് വെക്കുക നിങ്ങൾ. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഷോർട്ട് കട്ടാണ് ഈ മുൻജാരോ ആണെങ്കിലും മൊസംബിക് ആണെങ്കിലും. നിങ്ങളുടെ ഡൈജഷൻ, നിങ്ങളെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നേരെ കട്ട് ഡൗൺ ചെയ്യുക എന്ന് മാത്രമാണ് ഈ മോളിക്യൂൾ ചെയ്യുന്നത്. ലൈഫ് ലോങ് ഈ സാധനം എടുത്തില്ലെങ്കിൽ റീബൗണ്ട് ചെയ്യും ഈ ഒരു ഐറ്റം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി നമ്മൾ രാവിലെ എണീച്ച് ഓടുന്നു, നടക്കുന്നു, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം നമ്മുടെ ബോഡിക്ക് എന്ത് വേണം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് കഴിക്കുന്നു. വൺസ് ഇൻ എ വൈൽ നമുക്ക് ഓവർ ഈറ്റിംഗ് അല്ലെങ്കിൽ ക്രേവിങ്സ് വന്നാൽ അത് കഴിക്കുന്നു. പിന്നെ അത് 1, 2, 3 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്ക് ടു നമ്മുടെ നോർമൽ ഡയറ്റിലേക്ക് വന്ന് നമ്മളത് കൺട്രോൾ ചെയ്യുക. നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇടപെടുക. ആൻഡ് ജിം ഉണ്ടെങ്കിൽ ജിമ്മ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ചെയ്യുക. ദിസ് ഈസ് ദ ബേസ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക മോട്ടിവേഷനും അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ടും അത് മേ ബി ചിലപ്പോൾ ഒരു 1 or 2 year കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് 10-15 കിലോ കുറയാൻ പറ്റുന്നതും അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു വെയിറ്റിൽ നിൽക്കാൻ പറ്റുന്നതും. ബട്ട് ഇറ്റ് ഈസ് ഹെൽത്തി. ഇപ്പോൾ ഇത് ക്ലിനിക്കലി റെഫർ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പറയുന്നത് ഇതിനൊരു ലോങ് റൺ വേണമെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. ആൻഡ് ഇത് ഉപയോഗം നിർത്തി കഴിഞ്ഞ് ഇത് റീബൗണ്ട് ചെയ്യും. അത് ഓരോരോ ദേഹത്തിന് ഓരോ പോലെ ആയിരിക്കും. ചിലപ്പോൾ ഒരു 90 കിലോ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു 100 കിലോ ഉള്ള ഒരു വ്യക്തി ഒസംബിക്കോ മുൻജാരോ അടിച്ച് അവർ തടി കുറഞ്ഞു. ഒക്കെ 2-3 മാസം കൊണ്ട് 10-20 കിലോ ഒക്കെ വരെ കുറച്ചവരുണ്ട്, അല്ലെങ്കിൽ അതും കൂടുതൽ കുറയ്ക്കാൻ പറ്റുന്നവരുണ്ട് ഈ ഒരു സാധനം അടിച്ചിട്ട്. അങ്ങനെ കുറച്ച് ആളുകൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു 8 മാസം 10 മാസം കഴിഞ്ഞ് ഇതിൻ്റെ യൂസ് നിർത്തി. ഓക്കെ, ഈ മുൻജാരോ അല്ലെങ്കിൽ ഈ ഒസംബിക്കൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് പ്രൊമോട്ട് ആവുന്നത് എവിടെ അറിയും? ഇപ്പോൾ വെരി അൺഫോർച്ചുനേറ്റ്ലി ടു സേ ദിസ്, കല്യാണത്തിന് റെഡിയാകുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ് ഇതിന് അഡിക്റ്റ് ആവുന്നത്. എസ്പെഷ്യലി സ്ത്രീകൾ. അയ്യോ കല്യാണമായി തടി കുറയണം. എസ്പെഷ്യലി ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് ഈ സാധനം വൈഡ്ലി സ്പ്രെഡ് ആയിട്ടുള്ളത്. കല്യാണമാണ്, അപ്പോൾ തടി കുറയണം. ടപ്പ് 2-3 മാസം കൊണ്ട് കല്യാണപ്പെണ്ണ് എന്തായി? 80 കിലോ ഉള്ള കല്യാണപ്പെണ്ണ് 60 കിലോ ആവുന്നു. ഇനി 60 കിലോ ഉള്ളവർ 50 കിലോയിലും 45 കിലോയിലും എത്തിക്കുന്നു. എന്തിനാ? ഡ്രസ്സ് ഫിറ്റ് ആവണം, എല്ലാവരും മുന്നിലും മെലിഞ്ഞിരിക്കണം കാണിക്കാൻ. there are lot of cases. ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് കാരണം ബോഡി ഡിസ്മോർഫിയൊക്കെ അടിച്ച് ലൈഫ് തന്നെ തൊലഞ്ഞു പോയ ആൾക്കാരത്. ഓക്കെ, ആ കേസുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബട്ട് മേക്ക് ഷുവർ നിങ്ങൾ ഒരു ഷോർട്ട് കട്ടാണ് എടുക്കുന്നത് ലൈഫിൽ. ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ ആ സാധനം നിർത്തുന്നതോടുകൂടി നിങ്ങളെ ബോഡി ഡബിളായിട്ട് ചാടും. കാരണം ബോഡി വീണ്ടും ഭക്ഷണം കഴിക്കാൻ അത്രയും കാലം ഇല്ലാത്തത് പിടിച്ചു വെച്ചത് ഒറ്റ പൊട്ടലാണ്. മരുന്നിൻ്റെ എഫക്റ്റാണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി തിന്നാൻ തുടങ്ങും, ഇരട്ടി അബ്സോർപ്ഷൻ നടക്കും. ആൻഡ് ഈ സാധനം അടിക്കുമ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താ അറിയോ? മസിൽ മാസ് കുറയും. മസിൽ മാസ് പോയ വൺസ് ഇറ്റ്സ് ഗോൺ റീബിൽഡ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. ഞാനിതെൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുക. ഞാൻ തടി കുറച്ച സമയത്ത് എനിക്ക് ബോൺ മാരോ ഡെൻസിറ്റി കുറഞ്ഞു, മസിൽ മാസ് കുറഞ്ഞു, ഹൈപ്പോഗ്ലൈസിമിക്കായി. ഞാൻ അനുഭവിച്ചതൊന്നും നിങ്ങളോട് പറയണ്ട. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എൻ്റെ ഡോക്ടർ പറഞ്ഞത്, മോനെ മുലപ്പാൽ കുടിച്ചത് വരെ കളഞ്ഞല്ലോടാ നീ, ഇനി എങ്ങനെ നീ രക്ഷപ്പെട്ടു പോകും എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. കൗൺസിലിംഗ് വന്ന് രക്ഷപ്പെടുത്തി എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വന്ന അവസ്ഥയിലൊക്കെ. ഈ അടുത്ത കാലത്തൊക്കെയാണ് ഞാൻ കുറച്ച് തടി കൂടി തുടങ്ങിയത്. പിന്നെ എനിക്കിതൊരുമാതിരി സൈക്കോ പരിപാടി പോയി. തടി കൂട്ടും കുറയ്ക്കും. ഐ ബ്ലഡി വെൽ നോ ഞാൻ ചെയ്യുന്നത് എന്താണ്, റിസ്ക് ആണ്.
ബട്ട് സ്റ്റിൽ ഞാനത് സഫർ ചെയ്ത് ഞാൻ ഇതിൻ്റെ എന്താ പറയുക, ഞാൻ ആ ലൂപ്പിലായിപ്പോയി. ഇനി ആരും ഈ ലൂപ്പിൽ പെടാൻ പാടില്ല. ഇങ്ങനത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഷോർട്ട് കട്ടുകളിലോ പോയി പെടാൻ പാടില്ല. ഇപ്പം ഞാനിതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ മുഞ്ചാരോ എസംബിക്കൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡയറ്റ് ഭയങ്കരമായിട്ട് വൃത്തികെട്ട ഡയറ്റ് എടുത്തു. എൻ്റെ ഓവറായിട്ട് എക്സസൈസ് ചെയ്തു. പിന്നെ അതിനുശേഷം ജിമ്മിൽ പോയതിന് ശേഷം ഞാൻ ഗ്രോത്ത് അടക്കം അങ്ങനത്തെ സാധനങ്ങളിലേക്ക് പോയി. ബൾക്കായി, മസിൽ മാസ് കൂടാ. അങ്ങനെ മസിൽ മാസ് ഇല്ല. ഞാൻ തടി കുറച്ച സമയത്തിൻ്റെ മസിൽ മാസ് മൊത്തം പോയി. പിന്നെ മസിൽ മാസ് കൂട്ടാനുള്ള സാധനങ്ങളായി. ആദ്യമൊക്കെ പ്രോട്ടീനിൽ തുടങ്ങി, പിന്നെ വേറെ സാധനങ്ങളിലേക്ക് എത്തി. പിന്നെ ഞാൻ അതിൻ്റെ ഡേഞ്ചർ മനസ്സിലാക്കി. പിന്നെ ഞാൻ അതും നിർത്തി. ഇപ്പം ലൈഫിൽ നല്ല രീതിയിൽ കളിക്കും. ക്രിക്കറ്റ് കളിക്കുക, നടക്കുക, ജിമ്മിൽ പോവുക, ഫുഡ് ആവശ്യം തോന്നിയാൽ കഴിക്കും. കഴിക്കാതിരുന്നൊരു കാര്യമില്ല. നമ്മുടെ ബേസിക് ഇമോഷൻസാണ് വലുത്. അതാണ് ഏറ്റവും വലുത്. നമുക്ക് ആ ഇമോഷൻസിൻ്റെ മുകളിലൊരു കൺട്രോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക, വി ആർ ഗുഡ്. പിന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ രാജാവ്. നമുക്ക് പിന്നെ ഒരു ഇങ്ങനത്തെ ഇഞ്ചക്ഷൻ്റെ ആവശ്യം വരില്ല. പിന്നെ ഹാർഡ് വർക്കിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് കുറേ കാലം നിൽക്കും. അല്ലാതെ ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സിൻ്റെ നിൽക്കില്ല. ഓക്കെ. ഇനി ഇതേപോലെ ഈ മുഞ്ചാരോ അടിച്ച് ഈ മുഞ്ചാരോയിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസ്, ഞാനിവിടെ വേറൊരു യൂട്യൂബർ ഉണ്ട്, ആ ചങ്ങാതിൻ്റെ വീഡിയോ കളിയാം. ഹിന്ദി യൂട്യൂബറാണ്. ഇവൻ ഈ സാധനം ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഇതിൽ ഇവൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു കേസുണ്ട്. അതായത് നമ്മുടെ വിശപ്പ് എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും പ്യുവറായിട്ട് കാണുന്ന ഒരു ഇമോഷനാണ് എൻ്റെ വിശപ്പ്. വിശപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പേഴ്സണലാണ് സത്യം. ഞാൻ ഭക്ഷണത്തിന് വിശന്നിട്ട് എന്നോട് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷനായി കരയും, ചീത്ത പറയും. കഴിക്കണം. വിശപ്പ് അത്രയും എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വിശക്കണം, കഴിക്കണം. മനസ്സിലായോ? അതിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അത് അടി കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡ്രഗ് പോയിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വിശപ്പിനെ മാത്രമാണോ കൺട്രോൾ ചെയ്യുന്നത്? അല്ല, നമ്മുടെ ബാക്കി ഇമോഷൻസിനെ ഇത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഈ ഇഞ്ചക്ഷൻസ്. അതായത് വിശപ്പിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഈ സാധനം അതിൻ്റെ ഒപ്പം തന്നെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബാക്കി ഇമോഷൻസിനെ ആവുമ്പോൾ അവിടെയാണ് ഈ സാധനം ഡേഞ്ചർ ആവുന്നത്. मैंने मोंजारो लिया। अब क्या है कि टिर्जेपिडाइड नाम का एक पेप्टाइड होता है, उसको अमेरिकन कंपनी इलाई लिली बनाती है, इंडिया में मोंजारो के नाम से बेचती है। इस सेम फैमिली में ओजेम्पिक आता है। आपने देखा होगा ओजेम्पिक फेस, आपने देखा होगा इंडिया में बहुत सारे सेलिब्रिटीज भी मोंजारो वगैरह लेते हैं, बताते नहीं है। अब क्या है कि मार्च 20 को ओजेम्पिक का पैटेंट एक्सपायर हो रहा है। इसका मतलब ये है कि मार्च 21 से मार्केट में 50 से ज्यादा सस्ते वर्जन्स आने वाले हैं। करोड़ों लोगों के हाथ ये मिरेकल फैट लॉस ड्रग लगने वाला है। बिफोर दैट हैपेंस, लेट मी टेल यू माय ऑनेस्ट एक्सपीरियंस कि भाई दिसंबर में मैंने शुरू करा मोंजारो लेना और अब तक आज हमारा मार्च का एंड आ गया। एक इंजेक्शन लगाओ और मैंने एंट्री लेवल डोज ली थी 2.5 mg की। पूरे हफ्ते आपको पेट में सेटाइटी की फीलिंग होती है, यानी आपका पेट भरा रहता है। अब ओजेम्पिक के अंदर इस केमिकल की एक कॉपी होती है, मोंजारो में इसी केमिकल की 2 कॉपी होती है, डबल पावर। अब अमेरिका में इला लिली ने ऐसा भी निकाल दिया है ट्रिपल स्ट्रेंथ, उसको बोलते हैं रिटैड रूटाइड। तो मैंने 2.5 mg का इंजेक्शन हर हफ्ते लिया। हर संडे रात को मैं ये इंजेक्शन मारता था पेट में, ठीक है। सबसे छोटा डोज होता है 2.5 mg। पेट में आप 3 इंच पेट की नाभि से मार सकते हो, कुछ लोग यहाँ मारते हैं। मैं आपको देखो कोई मेडिकल एक्सपर्ट नहीं हूँ, पहले ही बता रहा हूँ। तो ये इंजेक्शन ठोको, कुछ पेन वेन कुछ नहीं होता। 8 दिसंबर 2025, ये है मेरा वेट 91.45 किलोस। पहले हफ्ते रैपिड सा वेट लॉस हुआ और मेरे को बहुत सारी गंदी गंदी सल्फ्यूरिक डकारें आने लगी और थोड़ी कॉन्स्टिपेशन हुई। उसके लिए मैंने एप्पल साइडर विनेगर लिया, बहुत फ्रूट्स खाए, जिम में जा रहा था मैं। रैपिड वेट लॉस होना शुरू होता है, आपका सेल्फ कॉन्फिडेंस बढ़ता है, लोग बोल रहे हैं यार आप तो बड़े फिट हो गए, इतनी जल्दी एक्ट करता है ये। दिसंबर के एंड तक मेरा वेट है 87 किलोस। 4 किलो 3 हफ्तों में बिना कुछ एक्स्ट्रा किए, जिम जा रहा हूँ, क्लीन खा रहा हूँ, बस। जनवरी में और तेज हो जाता है, बॉडी से फैट हट रहा है तो जो मसल नीचे है वो दिख रही है, तो हम 87 से पहुंच जाते हैं 84 किलोस। आई एम एन इमोशनल पर्सन, मेरे इमोशंस बहुत स्ट्रांगली आते हैं एंड आई गेट इनक्रेडिबल हाईज एंड इनक्रेडिबल लोस। होली पे फैमिली अपनी फोटोज भेजती है कि हम होली मना रहे हैं, ना मुझे दुख होता है ना मुझे खुशी होती है। दिस गोज टू पार्ट्स ऑफ वर्क एज वेल। ग्रेट थिंग्स आर हैपनिंग, आई एम एग्नोस्टिक, मतलब आई एम अनकेयरिंग। बैड थिंग्स आर हैपनिंग, मुझे फर्क नहीं पड़ रहा। अब मतलब मुझे मुंजारो से विपासना तो नहीं करनी। प्रॉब्लम पता है क्या है कि अगर आपकी जिंदगी में इंटेंसिटी और एक्सपीरियंस की एक नॉब होती है ना, फील करने की चीजों को, उसने यार किसी ने ना नॉब को ऐसे नीचे कर दिया। डॉक्टर शिन का ये पॉइंट है कि ये जो ड्रग है ये सिर्फ खाने की क्रेविंग नहीं कम करता, शराब, सिगरेट, गैम्बलिंग, जो भी ये सब चीजें होती हैं, इन सब की क्रेविंग कम करता है। उसी ब्रेन सर्किट में प्यार, रोमांटिक अट्रैक्शन,
एक लस्ट फॉर लाइफ, एंटरप्रेन्योरशिप, जो भी आपको चीजें एक्साइट करती हैं, मोटिवेट करती हैं कि बेहतर खाना खाऊं, बढ़िया एक्सपीरियंस लूं, मौज करूं, जस्ट लाइक that the thing that human beings live for, right? I mean, there's a higher purpose, but there's also like this sense of pleasure seeking, and you want that in your life, right? वो सेम एरिया ऑफ ब्रेन पे इफेक्ट करता है। तो अगर ये ड्रग ओवरऑल वांटिंग कम कर रहा है तो बाकी चीजों को भी इफेक्ट करेगा, आपकी ओवरऑल जीवन को लेके वांटिंग कम हो जाएगी। കേട്ടല്ലോ, ഈ വ്യക്തി മുൻചാരം ഉപയോഗിച്ചതും വെയിറ്റ് ലോസിൻ്റെ സാധനങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ആ ചങ്ങാതി ട്രൂത്ത് പറയുകയാണ്, ഇതാരും പറയില്ല, പക്ഷെ ഇവൻ ട്രൂത്ത് പറഞ്ഞു. അതായത് നമ്മുടെ ലൈഫിൽ ഭക്ഷണം വേണ്ട എന്നുള്ളൊരവസ്ഥ, അങ്ങനത്തെ ഒരു ഇമോഷൻ, അതായത് ഭക്ഷണത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തൊരു ഇമോഷൻ വരുമ്പോൾ ഈ ഡ്രഗ് നമുക്ക് കൊണ്ടുവരുന്ന വേറൊരു ഇമോഷൻ എന്താ അറിയും? സെക്സിനോട് താല്പര്യമില്ല, ചിരിക്കില്ല, കരയില്ല, ദേഷ്യം വരില്ല, ഒരുമാതിരി ബുദ്ധനെ പോലെ ഇരിക്കും, ഒരു എക്സ്പ്രഷനും ഇല്ല. ആരെങ്കിലും വന്ന് കോമഡി പറഞ്ഞാലും ചിരിക്കില്ല, ആരെങ്കിലും വന്ന് ചീത്ത പറഞ്ഞാലും ദേഷ്യപ്പെടില്ല. ലൈഫിൽ ഒരു ഇമോഷൻലെസ് ആയി പോകുന്നു, ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. പിന്നെന്തിനാ തടി കുറഞ്ഞിട്ട്? ഇതൊന്നും ഒരു ക്ലിനിക്കിലോ ഒരു ഡോക്ടറും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. തടി കുറയും, പെട്ടെന്ന് തടി കുറയും, ഇത് ലൈഫ് ലോങ് ഉപയോഗിക്കണം എന്ന് ആരും പറഞ്ഞു തരില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് മാറും അല്ലെങ്കിൽ വിശപ്പില്ലാതാവും എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഇമോഷൻസും ഇല്ലാതാവും എന്ന് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു മനുഷ്യന് ഓക്കെ നമ്മൾ വിശപ്പില്ലാതായി, നമ്മൾ തടി കുറച്ചു, നമുക്ക് ഇമോഷൻസ് ബാക്കി വേണ്ടേ? ഒരാളോട് എന്തെങ്കിലും ഒരു ഇമോഷൻ തോന്നണ്ടേ? ലവ് ലൈഫും പോവും, ലസ്റ്റ് ലൈഫും പോവും, ആങ്കറും ഇല്ല, ഫണ്ണി ഇതും ഇല്ല, സ്മൈലും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ ഇരിക്കും, കല്ലുപോലെ ഇരിക്കും. തടി കുറഞ്ഞോ? ഉണ്ട്. സിക്സ് പാക്ക് ഉണ്ട് കഴിഞ്ഞു. സിക്സ് പാക്കും വരില്ല, കാരണം മസിൽ മാസ് ലോസും വരും, മസിൽ ഡെൻസിറ്റി ഉണ്ടാവില്ല. ചുമ്മാ തടി കുറഞ്ഞിരിക്കും. അങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം ലൈഫിൽ? അപ്പം അതും കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇങ്ങനത്തെ സാധനങ്ങൾ ഇത് എന്തുകൊണ്ട് ഈ വീഡിയോ എന്നുള്ളതിൻ്റെ അടുത്ത ഇതേ ക്രിയേറ്റർ തന്നെ ഇന്ത്യയിൽ അടുത്ത ഈ മാർച്ച് കഴിഞ്ഞ് ഈ സാധനം മൊസംബിക് ആണെങ്കിലും മുൻജാരോ ആണെങ്കിലും ഇവിടുത്തെ കമ്പനികൾക്ക് പാറ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ വൈഡ്ലി ഇത് സ്പ്രെഡാക്കും ഹാഫ് പ്രൈസിന്. ഇപ്പോൾ സെലിബ്രിറ്റീസിന് മാത്രം 25-30 കൊടുത്ത് ഒരു മാസം കോഴ്സ് എടുക്കുക എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഐറ്റം സാധാരണക്കാരുടെ ഇടയ്ക്ക് 3000-4000 കിട്ടാൻ തുടങ്ങും. എല്ലാവരും എടുത്ത് അടിക്കാൻ തുടങ്ങും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളെല്ലാവരും ഓക്കെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോയവരും ഓടാൻ പോയവരും ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യാൻ പോയവരൊക്കെ ഇനി വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അതൊന്നും ചെയ്യാതെ ഈ സാധനം മാത്രം അടിച്ച് ഇമോഷൻ ഇല്ലാതെ നടക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കും, എന്തായിരിക്കും അവസ്ഥ? अब इंडिया की बात करते हैं। ये इस वीडियो की टाइम एक्सीडेंटल नहीं है, क्योंकि नोवो नॉर्डिस्क जो ओजेम्पिक की पेरेंट कंपनी है उसका पैटेंट खत्म हो रहा है 20 मार्च को। अब और कंपनीज भी सेम ड्रग बना सकती हैं। 21 मार्च से सन फार्मा, डॉक्टर रेडीज, जाइडस, लुपिन सब लाइन में लगे हैं कि सबका ओजेम्पिक आने वाला है अभी। अब जो ब्रांडेड ओजेम्पिक का प्राइस है वो 9,000 से 11,000 रुपए पर मंथ चल रहा है। सस्ते वर्जन अब 3 से 5,000 रुपए के हो जाएंगे। कॉम्पिटिशन की वजह से हो सकता है कि और भी कम हो जाए। मतलब जो ड्रग सिर्फ अमीर लोगों के लिए था, अब वो पहली बार मिडिल क्लास लोगों के पास आने वाला है। सेमाग्लूटाइड है ओजेम्पिक विगोवी, सिर्फ यही जेनेरिक हो रहा है। टिर्जेपिटाइड मोन्जारो जो है, जो मैंने लिया है, वो उसका जेनेरिक एक्सपायरी अभी 1-2 साल बाद होगी। अभी इंडिया में सिर्फ 2 ब्रांड्स हैं जिसके अंडर टिर्जेपिटाइड का इंजेक्शन आता है, इला लिली का मोन्जारो और सिप्ला का योरपीक, जो सिप्ला को इला लिली ही दे रही है। मोन्जारो का प्राइस है महीने का 13 से 16,000 रुपए, महंगा है। सेमाग्लूटाइड का अब जेनेरिक प्राइस होगा 3 से 5,000, बहुत अफोर्डेबल होगा। आपको सारी बात पता लग गई है। अब जब ये वीडियो आएगा, सबसे पहले तो भाई आई एम नॉट अ डॉक्टर, मैं अपना ऑनेस्ट एक्सपीरियंस शेयर कर रहा हूँ। इंडिया में आएगा, डॉक्टर से बात कर लो, खुद रिसर्च कर लो। मेरा एक्सपീരിയൻസ് ഇമോഷണൽ ബ്ലണ്ട്നെസ് का ഇറ്റ് റിമെയിൻസ് ട്രൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു ഇഷ്യൂ. അതായത് ഇത് അത്യാവശ്യം ഇപ്പോൾ ഒസംപിക്കിൻ്റെ കാര്യത്തിലാണ്, ട്രൈസെപ്സൈഡിൻ്റെ ആവശ്യത്തിനല്ല ഈ പറയുന്നത്. അത് ഇറ്റ്സ് റിമെയിൻസ് ദ സെയിം. 2 കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ പാറ്റൻറ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് വൈഡ്ലി ഇനി കിട്ടുന്നൊരവസ്ഥയ്ക്ക് എത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് 15,000-20,000 ഒക്കെ മുടക്കാൻ റെഡി ആയിട്ടുള്ള ആളുകളോടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലർ ഈ പറഞ്ഞ പോലെ ഈ സാധനം തെരഞ്ഞു പിടിച്ചപ്പോൾ ഭയങ്കര സ്പ്രെഡ് ആവുന്നുണ്ട്. ഇത് സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ നിന്നൊക്കെ മാറി ഇത് അത്യാവശ്യം വെൽ ഓഫ് ആയിട്ടുള്ള ആളുകളുടെ ഇടയ്ക്കൊക്കെ ഈ സാധനം പോകുന്നുണ്ട്. അതിന് മെല്ലെ മെല്ലെ സാധാരണക്കാരൻ്റെ ഇടയ്ക്കും വരും. വന്നു കഴിഞ്ഞാലുള്ള ഡെഡ്ലി ഡേഞ്ചർ പരിപാടി അതാ. ഇമോഷണലി ബ്ലണ്ടായി പോകും. ഇമോഷൻ ഇല്ലാത്തൊരവസ്ഥയിൽ സോംബി പോലെ ആയി പോകും മനുഷ്യന്മാർ. ഇത് ഉപയോഗിച്ചവരാട്ടോ പറയുന്നത്. ഇപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇത് എന്താ പറയുക, ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ റിസർച്ച് നടത്തി R&D ചെയ്ത ഡോക്ടറൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഉപയോഗിച്ചവരുടെ ടെസ്റ്റിമോണിയൽസ് ഒരുപാടുണ്ട്. ഇത് പേഴ്സണലി ഉപയോഗിച്ച ആളുകളെ എനിക്ക് കുറച്ച് പേരറിയാം.
ഈവൻ ഐ ആസ് ദം. ബാംഗ്ലൂരൊക്കെ ഉള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരും പറയുന്നത് അതാ, ശരിയാണ്, ഇമോഷണലി പൂജ്യമാണ് ഇപ്പോൾ, 0. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോയിട്ട് നിങ്ങൾക്ക് തടി കുറയ്ക്കണമെന്നുള്ളത് നിങ്ങളൊന്ന് ഇരുത്തി ആലോചിച്ചതിന് ശേഷം മാത്രം ആരെങ്കിലുമൊക്കെ വീഡിയോയിൽ വന്നിട്ട് ഞങ്ങൾ തടി കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഇഞ്ചക്ഷന് വേണ്ടിയുള്ള സെർച്ച് നടത്തി അതെവിടെ കിട്ടുന്നു എന്നുള്ളത് നോക്കി പോയി അടിച്ച് ഷോർട്ട് കട്ട്സ് എടുക്കാതിരിക്കുക. ഓക്കെ, ഷോർട്ട് കട്ട്സ് ചെയ്യാതിരുന്നാൽ നല്ലത്. ഇനി വെറും വർഷേൻ്റെ വീഡിയോ ചെയ്യുക. നമസ്കാരം. ഇത്രയും വയർ എനിക്കുണ്ട്, വിത്തൗട്ട് ഗർഭിണിയാവൽ, വിത്തൗട്ട് പ്രസവിക്കൽ, അതൊന്നൊരു വിഷയമല്ല എനിക്ക്. പക്ഷേ കാരണം എന്താണെന്നറിയാം, വെട്ടി വിഴുങ്ങി കുമിഞ്ഞുകൂടി അടിഞ്ഞുകൂടി എനിക്ക് അങ്ങനെ അതൊരു വലിയ വയറായി. അപ്പോൾ ആൾക്കാരെന്നെ നോക്കി പറയും, വയറ് വെച്ചോ, വയറ് ചാടിയോ, വയറ് കൂടിയോ, വയറ് മറഞ്ഞോ, വയറ് ഇങ്ങനായോ അങ്ങനായോ ഇങ്ങനെ. ഓഫ് കോഴ്സ് ഐ ഹാവ് വയർ, ഐ ഹാവ് പ്ലെന്റി ഓഫ് വയർ, ബട്ട് ദാറ്റ് വയർ ഇസ് നോട്ട് ജസ്റ്റ് എ വയർ. വയറിനെ ഞാനെങ്ങനെ കണ്ടേന്നറിയോ, ആ വയർ എന്നെ എങ്ങനെ കണ്ടേന്നറിയോ? ബേസിക്കലി ഞാൻ എൻ്റെ വയറിനെ കണ്ടത് എൻ്റെ ആന്തരിക അവയവങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ ആയിട്ടാണ്. പ്രൊട്ടക്ഷൻ എൻ്റെ മെയിൻ ആണ്. അപ്പം പിന്നെ എൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള അവയവങ്ങൾക്ക് ഞാൻ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? തിന്ന് വയറ് വെച്ചു. കൊഴുപ്പാണല്ലോ ഇത്, കൊഴുപ്പ്. നിങ്ങൾ എന്നെ ഒന്ന് കുത്തി അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് തല്ലി, എൻ്റെ ഈ കൊഴുപ്പിൻ്റെ ലെയർ കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് എത്തുള്ളൂ. സോ ഇതൊരു പ്രൊട്ടക്ഷൻ ലെയറാണ്, അല്ലാതെ വെറുതെ കൊഴുപ്പ് കൂടി കിടക്കണതല്ല, കുമിഞ്ഞു കൂടി കിടക്കണതല്ല. ഫോണിങ്, സ്ക്രീൻ ഗാർഡ്, കവർ, സ്കിന്നിന് സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, മുടിക്ക് ഷാമ്പു, കണ്ടീഷണർ, മാസ്ക് എന്ന് വേണ്ട എന്തൊക്കെ പ്രൊട്ടക്ഷൻ ഈ ലോകത്ത്. അപ്പൊ എന്റെ അവയവങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? ഒക്കെ പോട്ടെ, എൻ്റെ ഗർഭപാത്രം 3-4 വേണ്ട, സ്കൂൾ ഫീസ് കൂടുതൽ, ഒരു 2-3 മക്കളെ പ്രസവിക്കാനുള്ള എൻ്റെ ഗർഭപാത്രം ഞാൻ സേഫാക്കി വെക്കണ്ടേ? ആരെങ്കിലും ഒന്ന് തട്ടോ മുട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലതും പറ്റി ഞാൻ എന്ത് ചെയ്യും? പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു തീറ്റ പണ്ടാറായിട്ടൊക്കെ തോന്നും. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു ഭാവിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. വയറ് ചാടിയല്ലോ എന്ന് പറയുന്നവർക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് പറ, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് വയർ, ദിസ് ഇസ് പ്രൊട്ടക്ഷൻ, ദിസ് ഇസ് ഫോർ മൈ പ്രൊട്ടക്ഷൻ. എനിക്ക് കുറച്ച് വയറുണ്ടായിക്കോട്ടെ, അതവിടെ ഇരുന്നോട്ടെ, എന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് അവിടെ ഇരുന്നോട്ടെ. എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, നിനക്ക് പ്രൊട്ടക്ഷൻ വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, അത്രേ ഉള്ളൂ. ജസ്റ്റ് റിമെമ്പർ വയറ് പ്രൊട്ടക്ഷനാണ്. വയറ് ചാടി ലൈക്ക് ഒരുമാതിരി എന്താ പറയുക, അവരുടെ കണ്ടന്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറും വർഷൻ്റെ സർക്കാസ്റ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, കണ്ടാൽ അറിയാം. ഇതിപ്പോൾ നിവിൻ പോളിയുടെ ഡയലോഗ് അടിച്ചിരുന്നല്ലോ, മലയാളികൾക്ക് എന്തിനാണ് ആ 6 പാക്ക്. ആ ഇടയ്ക്കൊക്കെ 6 പാക്ക് ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ, വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമില്ലാതെ ചുമ്മാ ഉള്ള തടിയും കൊണ്ട് അല്ലെങ്കിൽ അത് കൂട്ടി തടിയും കൂടുതലായിട്ട് ഒരു എന്താ പറയുക, ഹെൽത്തി അല്ലാതെ നടക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു ഡയലോഗായിരുന്നു, എന്തിനാ മലയാളികൾക്ക് എന്തിനാ 6 പാക്ക്. ഇത് എല്ലാവരും പറയുന്നു. എന്താ പറയുക, ചില ആളുകൾ ഇതൊരു മറയായിട്ട് എടുക്കും. ഇപ്പോൾ വർഷം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടു, ആരും ഇത് കണ്ടിട്ട് വയറ് കുറയ്ക്കണോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം, നമുക്ക് ഹെൽത്തി ആയിട്ട് നടക്കണം എന്നൊന്നും ചിന്തിക്കില്ല. ഇവരിതൊന്നും എടുക്കാൻ പോകണം. എന്താ പറയുക, വയർ, അതെ എൻ്റെ കുടവയർ എനിക്ക് പ്രൊട്ടക്ഷനാണ്, ഇങ്ങനെ എടുക്കൂ. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് തന്നെ പോയാക്കിയാൽ മതി, ഞാൻ പ്രൊട്ടക്ഷനുള്ള ആളാന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിനടിയിലുണ്ട്. ഈ ഒരു കണ്ടന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി വേണ്ടിയിരുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ആളുകൾക്ക് കുറച്ചും കൂടി ഹെൽത്തി സാധനങ്ങൾ ചെയ്യാനുള്ള ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ റെസ്പോൺസിബിളായിട്ട് ഇതിനകത്തിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഒന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഹെൽത്തി ആയിട്ട് ജീവിച്ച് വരും മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമുക്ക് ഹെൽത്ത് ടിപ്സ് ഒന്നും കൊടുക്കാൻ നമ്മൾ ആരും ഒന്നും അല്ലടി, ബട്ട് സ്റ്റിൽ അത്യാവശ്യം ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട്. സർക്കാസ്റ്റിക് ആണെങ്കിൽ പോലും ആളുകൾ ഇത് എങ്ങനെ എടുക്കും നമുക്ക് അറിയാൻ പാടില്ലല്ലോ, മനസ്സിലായോ? ആളുകൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് സ്വയം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിപാടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടന്റാണ്. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നിയത്, അത് ഇതുവരെയുള്ള വർഷൻ്റെ കണ്ടന്റ് പോലെ അല്ല, ഇതിനകത്ത് എന്തോ ഒരു സർക്കാസിനേലും കൂടി പോയോ എന്നുള്ളൊരു ഡൗട്ട് തോന്നി. കാരണം ഇത് പലരും ലേസി ആയിട്ട് ഇരിക്കാൻ, ഓക്കെ ആ വർഷൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടാവും, വയറുള്ളവർ അങ്ങോട്ടേ കണ്ടടാ ഇതിൻ്റെ പ്രൊട്ടക്ഷനാന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അത് തടി കൂടിയവരൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു ബെറ്റർ. ആ തടിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയാൽ, ബ്രീത്തിങ് ഇഷ്യൂസ്, നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസ് കുറയുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ ആ ടൈമിൽ നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, അത് ടേക്ക് കെയർ ചെയ്യാൻ നമ്മൾ ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ബോഡി വൈറ്റൽസ് നോക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടിയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, ബോഡി വൈറ്റൽസ് നോക്കുക, എന്തൊക്കെ കുറവുണ്ട് എന്തൊക്കെ കൂടുതലുണ്ട് നോക്കുക, ഒരു ഡയറ്റീഷ്യനെ പോയി കാണുക, അടുത്ത വേറൊരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുക, ജിമ്മിൽ പോവുക, ജിമ്മിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ക്രിക്കറ്റോ ഫുട്ബോളോ ഷട്ടിലോ നടത്തോ ഓട്ടോ എന്തെങ്കിലും. ഇപ്പം ഇനി ഓടാനും പറയുന്നില്ല, ബ്രിസ്ക് വാക്ക് നടന്നാൽ മതി, എന്നാലും ഓക്കെ. അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ ലൈഫിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഷോർട്ട് കട്ട്സ് എടുക്കാതിരിക്കുക. ലെയിം ആയിട്ടുള്ള എന്ത് പറയുക എക്സ്ക്യൂസുകൾ പറഞ്ഞ് ലൈഫിൽ നിന്ന് ഹെൽത്തി ആയിട്ടിരിക്കുന്നതിൽ നിന്ന് മാറിപ്പോവാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഇപ്പം ഞാൻ ചില സമയത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കുറേ ഫുഡ് കഴിക്കുന്നത്.
ഓക്കെ. ഇപ്പോൾ പലരും എന്നോട് അതാവും ചോദിക്കാൻ പറ്റും, നീ ചില വീഡിയോനകത്ത് 10-20 പീസ് കോഴി കഷ്ണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലേ, ഹെൽത്തി ആണോ, നീ 2-3 ഫുൾ കോഴി നിന്ന് കണ്ടിട്ടില്ലേ? ഞാൻ 118 കിലോന്ന് തടി കുറഞ്ഞ ഒരാളാണ്. ഓക്കെ. എൻ്റെ വയറും എൻ്റെ അപ്പറ്റൈറ്റും എൻ്റെ തോട്ട്സൊക്കെ ഇപ്പോഴും അത്രയും തിന്നാൻ പറ്റും, അത്രയും കപ്പാസിറ്റിയിൽ എനിക്ക് തിന്നാൻ പറ്റുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് തിന്നാം. അപ്പോൾ എന്നെ കണ്ട് അനുകരിക്കരുത് നിങ്ങൾ. ഓക്കെ. ഞാൻ ചെയ്തത് റോങ് ആണ്, ഇനി ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. ഓക്കെ. അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ഐ വിൽ ട്രൈ മൈ മാക്സിമം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സ് എടുത്തിട്ട് തടി കുറയ്ക്കാതിരിക്കുക. ഇതിപ്പോൾ എന്നോട് കുറേ ആൾക്കാർ വന്നിട്ട് ചേട്ടാ ഇങ്ങനെ തടി കുറച്ചതെന്ന് ഒരുപാട് പേര് കഴിഞ്ഞ ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം വന്ന് ചോദിച്ചിട്ടുണ്ട്. താല്പര്യമില്ല പറഞ്ഞു തരാൻ, കാരണം അത് പൊട്ട രീതിയാണ്. ഞാൻ എവിടേക്കോ പറഞ്ഞും പോയിട്ടുണ്ട് പുല്ല്, ഇപ്പം എനിക്ക് പറയേണ്ടിന്നില്ല എന്നായിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കുത്തിപ്പൊങ്ങി വരാഞ്ഞാൽ മതിയായിരുന്നു. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ, പക്ഷെ അന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മോശമായ പരിപാടിയാണ് ഞാൻ ചെയ്തത്. കാരണം ഞാനെടുത്ത ഡയറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, എൻ്റെ പൊന്നോ, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് പേടി മനസ്സിനകത്ത്. ഞാൻ എപ്പോൾ RIP കിടക്കേണ്ട ആളറിയും. ഈ മുടി വരെ കുഴഞ്ഞു പോണ്, നഖമൊക്കെ ഇങ്ങനെ തൊട്ടാ പൊട്ടിപ്പോണ ഒരവസ്ഥ, കണ്ണിന് കാഴ്ചയില്ല, സൂര്യപ്രകാശിക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം എന്തിനാ വീണാതിരി താഴെ ചാർജും കഴിഞ്ഞു വീഴും. എത്ര വട്ടം അറിയോ ബൈക്ക് കുടുങ്ങുമ്പോൾ ഏതെങ്കിലും തോട്ടിൽ പോയി കൊട്ടിച്ചാടിയിട്ടുള്ളത്. സീനായിരുന്നടേ. ഞാൻ മീൻസ് കടന്നിട്ടേ എൻ്റെ പൊന്നോ അനുഭവിച്ചിട്ടുണ്ട് കുറേ. ഹെൽത്തി ആയിട്ട് തടി കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ബോഡി മനസ്സിലാക്കുക, ബോഡി വൈറ്റൽസ് നോക്കിയിട്ട് ആവശ്യമുള്ള രീതിയിൽ, ആവശ്യമുള്ള അളവിൽ, ആവശ്യമുള്ള സമയം എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് കുറയ്ക്കുക. ഷോർട്ട് കട്ട്സ് എടുക്കല്ലേ.